നമസ്തേ. നമ്മളിന്ന് നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട കാട്ടൂര് പൊഞ്ഞനം ദേശത്താണ്. നമ്മുടെ ഓണക്കളി മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരനായ വിനോദ് ചേട്ടന്റെ ഓണക്കളി വിശേഷങ്ങളിലെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കാം. നമസ്കാരം വിനോദ് ചേട്ടാ. നമസ്കാരം. അപ്പോ വിനോദ് ചേട്ടൻ എങ്ങനെയാ ഈ ഓണംകളി മേഖലയിലേക്ക് കടന്നു വന്നത്? ഓണംകളി മേഖലയിലേക്ക് കടന്നു വെച്ചാല് ചെറുപ്പത്തില് തന്നെ അച്ഛൻ്റെ അനിയൻ ജയൻ എന്ന പേര്, അച്ഛൻ്റെ അനിയനാണ് എന്നെ ഓണക്കളി പഠിപ്പിച്ചത്, കൊണ്ടുവന്നത്. അച്ഛൻ്റെ അനിയൻ ഓണക്കളി പഠിപ്പിച്ച് പിന്നെ ഒരു കാർത്തിക എന്ന് പറഞ്ഞ ഒരു ടീമായിരുന്നു അച്ഛൻ്റെ അനിയന്റെ ടീം. കാർത്തിക, അതിൽ ഞാൻ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു, എൻ്റെ അമ്മായിമാരെ മക്കള്, ഇളയ പാപ്പന്മാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീം കാർത്തിക എന്നൊരു പേരുള്ള ടീം ഉണ്ടായി, ആദ്യമായിട്ടുണ്ടായി. അവിടെ നിന്ന് വന്ദനം പാടാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ കുറേശ്ശെ പാട്ട്. അന്ന് രമണൻ കജൻ ദേവയാനി അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. രാമായണം തന്നെയല്ലായിരുന്നു. രമണനും കജൻ ദേവയാനി, മഹാഭാരതം, രാമായണം ഇടകലർത്തിയിട്ടുള്ള പാട്ടുകളായിരുന്നു അന്ന് എടുത്തിരുന്നത്. ആദ്യമായിട്ട് പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് പാടിയ പാട്ടൊക്കെ ഓർമ്മയുണ്ട്. കഥയിലെന്നുവെച്ചാല് രമണനാണ് ആദ്യമായിട്ട് പാടിയത്. പിന്നെ വന്ദനം പാടിയിട്ടുണ്ട്. അങ്ങനെ വന്ദനാണ് ആദ്യമായിട്ട് പാടിയത്, പിന്നെ രമണൻ, അങ്ങനെയൊക്കെ ആയിട്ട് പാടി. അല്ല, പാട്ടിലേക്കാണോ ആദ്യം വന്നേ? അല്ലാന്നുണ്ടെങ്കിൽ അല്ല, ആദ്യം ചുവട് പഠിച്ചിട്ടല്ല. അപ്പൊ ചുവട് പഠിച്ചാൽ ആ പാട്ടിന്റെ ആ ലെവല് കിട്ടുള്ളൂ, ഒരു റേഞ്ച് കിട്ടുള്ളൂ. അതിലാണ്ട് ഫസ്റ്റ് തന്നെ വന്ന് പാടി കഴിഞ്ഞാല് ചുവട് വേറെ സ്ഥലത്തേക്ക് പോവും, പാട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഇത് രണ്ടും കൂടി ആദ്യം ചുവട് പഠിക്കണം. ചുവട് പഠിച്ചാൽ ഒരു പാട്ടുകാരന് ആ പാട്ടിനെ എങ്ങനെ ഇരുത്തണം, എങ്ങനെ കൊണ്ടുപോകണം, ഏത് റേഞ്ചിൽ എത്താൻ പറ്റുന്നുള്ള ചുവട് പഠിക്കണം. ചുവട് പഠിച്ചാൽ ആ പാട്ടിനെ നമ്മൾ വിചാരിച്ച പോലെ പാട്ടിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നീടാണ് ഇപ്പൊ നിൽക്കുന്ന ടീമില് പിന്നീട് അങ്ങനെ ടീം വിപുലീകരിച്ചു, നടനാന്ന് പേരിട്ട്. അതേ ടീം തന്നെയാണ്? അതേ ടീമല്ല. അപ്പൊ ഈ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് കാർത്തിക എന്ന് പറഞ്ഞ ടീമിലേക്ക് ആൾക്കാർ കുറവായിരുന്നു. അന്നൊക്കെ നിസ്സാര ആൾക്കാർ മതി. അപ്പൊ കാർത്തികയില് കുറെ കൊല്ലം കളിച്ചിട്ട് ആയാലും ആൾക്കാർ കുറവായി. അപ്പൊ കരാഞ്ചറ ഒരു ടീം ഉണ്ടായിരുന്നു, അജിതേട്ടന്റെ ടീം എന്നാണ്. കരാഞ്ചറ പോയി, അവര് യുവഭാവനയായിരുന്നു. അപ്പൊ രണ്ടും കൂടി ഒന്നായിപ്പോ അത് നല്ലൊരു പേര് ഇടാന്ന് വെച്ചിട്ട് നടനാന്ന് പേരിട്ടു. അങ്ങനെ നടന ഉണ്ടായത്. ഈ നടന ഉണ്ടായപ്പോ ആ രണ്ടു ടീമുകളും കൂടി നടനുണ്ടായി. ഒരു 6-7 കൊല്ലം അവിടെ കളിച്ചു. പിന്നെ ആ ടീം ഇല്ലാണ്ടായി. അപ്പൊ നടന ഞാൻ ഏറ്റെടുത്തു. എത്ര കൊല്ലത്തെ 10-25-30 കൊല്ലത്തിനും മേലെ നടന ഇപ്പൊ ഓണങ്ങളിലേക്ക് വന്നിട്ട് ഇപ്പൊ ഏകദേശം 30 കൊല്ലമായിട്ടുണ്ടാവും. വളരെ ചെറുപ്പത്തിൽ തൊട്ട് കളി തുടങ്ങിയത്. അങ്ങനെ പോണു. അപ്പൊ ഇനി ഇപ്രാവശ്യത്തെ സീസൺ എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്രാവശ്യത്തെ സീസൺ കളികളായി ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ടീം കഴിഞ്ഞാൽ ഇത്തിരി അതായത് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ടീമിനെ. എന്നുവെച്ചാൽ എനിക്ക് ക്യാൻറ്റീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജോലി തിരക്കുണ്ട്. അപ്പൊ അത് കാരണം ആ ടീം കുറച്ചൊന്ന് ഇരുന്നു പോയി. ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം അത് ഗംഭീരമായിട്ട് തന്നെ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പൊ അത് പുതിയ പാട്ടുകളാണ്. പുതിയ പാട്ടുകൾ റിജുമണിന് പാട്ട് ചെയ്തേക്കുന്നത്. പിന്നെ അനിരിഞ്ഞാലക്കുട പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജിൽ എന്ന് പറഞ്ഞ ഒരു മുരിയാടുള്ളതാണ്. ആളെ വീട് ശരിക്കും മാളയല്ല, വിജില്. അപ്പൊ ആള് ശാന്തിക്കാരനാ, ശാന്തിപ്പണിയാണ് ആൾക്ക്. അപ്പൊ ആളും പാട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകും. നമുക്ക് വേണ്ടിട്ട് ഒരു 2 വരി. ഏത് പാട്ട്? അത് വിനോദ് ചേട്ടന് ഇപ്പൊ പാടുന്നതില് ഇഷ്ടമുള്ള ഒരു പാട്ട്. ഇപ്പൊ പുതിയ പാട്ടുകൾ ഇപ്പൊ നമുക്ക് പ്രഷർ മുന്നിൽ ഇതാക്കണ്ട. പഴയ പാട്ടിൽ നിന്ന് ഏതിലൊരു 2 വരി. ഗതയെടുത്തു ഉടനടിയാലെന്ന് ചിറകെടുത്തു പിടിയാലെ മുറുകി. ഗതയെടുത്തു ഉടനടിയാലെന്ന് ചിറകെടുത്തു പിടിയാലെ മുറുകി. നീട്ടിയാട്ടി ഗത മുട്ടി ഇളക്കി താളത്തിൽ
താളത്തിൽ തട്ടും തുട്ടിത്താളം അടിച്ചു കണക്കഞ്ഞിളക്കി മിളക്കി ഇടിച്ചു പരത്തി വലിച്ചു പിടിച്ച് പകയുറച്ചു പിടിവാശി പിടിച്ച് പകയുറച്ചു പിടിവാശി പിടിച്ച് കൊത്തിയെടുത്ത ഗതയത് ദൂരെ എറിഞ്ഞിടുന്നതൊന്ന് തകതൈതൈ വാശി മൂഴുത്തവർ യുദ്ധം ഉയരേ തകതൈതൈ.